نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹാദരനീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിന്റെ പരമാവധി അവന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുവാനും മരണാനന്തരം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. എൻ്റെ ഖുതുബയുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, ഇമാമ് ഖുതുബയ്ക്ക് വേണ്ടി കയറി ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നു എന്നതുകൊണ്ട് ബാങ്ക് വിളി തീരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളി തീരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഖുതുബ ശ്രവിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ഇജാബത്ത് നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ബാങ്ക് വിളിച്ച് തീർന്നതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാം എന്ന ഒരു ഉദ്ദേശം അത് മാറ്റി നേരെ മറിച്ച് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഖുതുബ എന്ന ഈ ഒരു വിഷയത്തെ ശ്രദ്ധിക്കുവാൻ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുകയും ബാങ്ക് വിളിക്കുന്ന സമയത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സുന്നത്ത് നിസ്കരിച്ചിരിക്കണം എന്നതാണ് ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തത്, ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇമാമ് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുക എന്നത്, മിണ്ടാതിരിക്കുക എന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇമാമ് മിമ്പറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല. ഈ സംസാരം എന്നുള്ളത് ഇവിടെ ഇരുന്ന് സംസാരം മാത്രമല്ല, മറിച്ച് വാട്സപ്പ് നിങ്ങൾ തുറന്ന് അതിൽ നിങ്ങൾ സംസാരിക്കുന്നത് പോലും ഒഴിവാക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്തത്, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ
ആ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിനെ ക്ലിയർ ആക്കിയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബാങ്കിൻ്റെയും ഒന്നാമത്തെ സൊഫിൻ്റെയും പ്രാധാന്യം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിനുവേണ്ടി നറുക്കെടുത്ത് മത്സരിക്കുമായിരുന്നു എന്നുവരെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ വരുന്നവരൊക്കെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത, ഊരവേദനയോ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഒന്നാമത്തെ സൊഫിൽ തന്നെ വന്നിരുന്ന് സൈഡിലൊക്കെ ചാരിയിരിക്കാതെ നേരെ വന്ന് സൊഫുകൾ ക്ലിയർ ആക്കിയിരിക്കണം എന്ന കാര്യം കൂടിയാണ് മൂന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് നാലാമത്തെ ഒരു വിഷയം, ഖുതുബ കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് നിങ്ങളെ മൊത്തത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇൻഷാ അല്ലാഹ്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങൾ, പഠിച്ചിരിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് ഇസ്തിഖാമത്ത് എന്നത് ജീവിതത്തിൻ്റെ അന്ത്യം വരെ കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്തിഖാമത്ത് നമുക്ക് നിലനിൽക്കണം. ഇസ്തിഖാമത്ത് എന്നത് ഈ ദീൻ അനുസരിച്ചുകൊണ്ട് മരണം വരെ, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ആ ഇസ്തിഖാമത്തോടു കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള അടിയുറച്ച വിശ്വാസവും അതിനനുസരിച്ചുള്ള ജീവിതവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അൽ ബിദായത്തു വൻ നിഹായ എന്ന് പറയുന്ന മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യന്റെ ചരിത്രം പറയുന്നുണ്ട്. ആ മനുഷ്യൻ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ വ്യക്തിയായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ, യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ ആ യുദ്ധത്തിൻ്റെ യാത്രയിൽ ഒരു നസ്രാണിയായ പെണ്ണിനെ കാണുന്നു. ആ പെണ്ണിൻ്റെ വിഷയത്തിൽ ആകൃഷ്ടനാകുന്നു. എന്നിട്ട് അവസാനം സംഭവിച്ചത്, നിങ്ങൾ അടിവരയിടേണ്ട പോയിന്റ്, അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ് എന്നാണ്. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നാണ്. ഈ 2 പോയിന്റുകൾ നിലനിൽക്കെ തന്നെ അദ്ദേഹം ഒരു നസ്രാണിയായ പെണ്ണിൽ ആകൃഷ്ടനായിക്കൊണ്ട് അവൾ ഷർത്തു വച്ചു, നിബന്ധന വച്ചു, നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ഇസ്ലാം വെടിഞ്ഞിട്ട് നസ്രാണിയാകണം. അദ്ദേഹം അത് തയ്യാറായി. അവസാനം എന്താ സംഭവിച്ചത്? മുർത്തദ്ദായിക്കൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞു പോകുമ്പോൾ ആ യുദ്ധത്തിൽ കൂടെയുണ്ടായിരുന്ന മറ്റു സഹപാഠികൾ പിന്നീട് ഈ മനുഷ്യനെ കാണുമായിരുന്നു എന്നാണ്. കാണുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം എന്തെന്നറിയോ? നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ഇപ്പോൾ എന്താണ് ബാക്കിയുള്ളത്? നിങ്ങളുടെ മനസ്സിൽ നിറച്ചത് ഖുർആനായിരുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള അധ്യായങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ, മനഃപ്പാഠമാക്കിയ വ്യക്തിയോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ബാക്കിയുണ്ടോ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരൊറ്റ ആയത്ത് മാത്രമാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, ബാക്കിയെല്ലാം മറക്കപ്പെട്ടു. ഒരൊറ്റ ആയത്ത്. ഏതായത്ത്? അതും വലിയ വലിയ പ്രസക്തമാണ്. റുബമ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതൊക്കെ പരലോകത്ത് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച്, പരലോകത്ത് കാഫിരീങ്ങൾ വിലപിക്കുന്ന വിലാപത്തെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. വിചാരണ വേളയിൽ വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ലാഭങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നേരിട്ട് കാണുമ്പോൾ കാഫിരീങ്ങൾ വിലപിക്കുന്ന വിലാപമാണ്. മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലൊന്ന് നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന ആയത്താണ്. ഇതിനെ വിശദീകരണത്തിൽ വീണ്ടും കാണാൻ കഴിയും. നരകത്തിലേക്കിട്ട് വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തെറ്റുകൾ ചെയ്തു പോയ വിശ്വാസികളെ കൂടി നരകത്തിലേക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം നരകത്തിലേക്ക് പോകേണ്ടി വരും, അവരുടെ തെറ്റുകൾ കാരണം. അപ്പോൾ അവിടെ കാഫിരീങ്ങൾ ഉണ്ടാകും. ആ കാഫിരീങ്ങൾ തിരിച്ച് ഈ വിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകളോട് ചോദിക്കും, അല്ല നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്ത് നേട്ടമുണ്ടായത്? ഇപ്പം ഞങ്ങളെ കൂടെ നരകത്തിലല്ലേ കിടക്കേണ്ടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു കോപിക്കുകയും എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകളെ ആ നരകത്തിൽ നിന്നെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് ചരിത്രത്തിൽ വായിക്കും. ആ സമയത്തും, ആ നരകത്തിൽ കിടന്നെരിയുന്ന സമയത്തും കാഫിരീങ്ങളായ ആളുകൾ ഈ ഒരു രംഗം കാണുമ്പോൾ വിലപിക്കുന്നതാണ്. ഈ ഒരു ആയത്ത് മാത്രമാണ് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ ഓതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യാവസാനം മനസ്സിലാക്കിയ, മനഃപ്പാഠമാക്കിയ മനുഷ്യന് ആകെ ബാക്കിയുള്ളത് ആ ഒരൊറ്റ ആയത്താണ്. ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജിഹാദ് ചെയ്യാൻ വേണ്ടി പോയ വ്യക്തി, ആ പോയ വ്യക്തിയുടെ അവസാനം എന്തായിരുന്നു?
ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പോരാടാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിയുടെ അവസാനം മുർത്തദ്ദായി കൊണ്ടുപോകുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് നിൽക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. ഇതുപോലെ ധാരാളം ചരിത്ര സംഭവങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രത്യേകിച്ച് ഈ നാസ്തികന്മാരും അതുപോലെ ലിബറലിസ്റ്റുകളും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ദീനിനെ മുറുകെ പിടിക്കുക എന്നത് തീ എന്ന ആ ഒരു വലിയ വേദനിപ്പിക്കുന്ന ആ ഒരു തീക്കഷ്ണം നമ്മുടെ കയ്യിലേക്ക് മുറുകെ പിടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കുറച്ചൊന്നും അധ്വാനം പോരാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കാൻ. അത്യാവശ്യം പ്രയാസപ്പെടേണ്ടി വരും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, കുറച്ചൊക്കെ അധ്വാനിക്കേണ്ടി വരും, കുറച്ചൊക്കെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, കുറച്ചൊക്കെ പ്രയാസങ്ങൾ അത് ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകേണ്ടി വരും. എങ്കിലേ ഈ ദീനിനെ ശരിയാവണ്ണം ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കൂടെയുണ്ടായിരുന്ന വിശ്വാസികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനയാണ് ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക്. അല്ലാഹു പറയാണ്, പ്രവാചകരെ, താങ്കൾ ഈ ദീനിൽ അടിയുറച്ച് നിൽക്കണം. താങ്കളോടൊപ്പം തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ഈ ദീനിൽ ഇസ്തിഖാമത്തോടു കൂടി നിൽക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ എത്രമാത്രം ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികമായ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. ഇതാരാ പ്രാർത്ഥിക്കുന്നത്? മഹാനായ പ്രവാചകനാണ്, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, നമുക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വന്ന പ്രവാചകനാണ്. ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അധികമായി കൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കാനുണ്ട്? നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ടത് അധികരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മുൻഗാമികൾ ഭയപ്പെട്ടിരുന്നത് ഈ വിഷയമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുൻഗാമികളുടെ പ്രാർത്ഥനകളിൽ എടുത്തു പറയുന്ന പ്രാർത്ഥന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അവിടെ പ്രാർത്ഥനയിൽ അഖിലവും കാണാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം നോട്ട് ചെയ്യാൻ. എന്താ? റബ്ബന ലാ തുസിഗ് ഖുലൂബന, അല്ലാഹുവേ, നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കരുതേ. ബഅദ ഇദ് ഹദൈതന, ഹിദായത്ത് എന്ന വലിയ വെളിച്ചം അത് എനിക്ക് കിട്ടിയതിനു ശേഷം റബ്ബേ, അതിനെ നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയരുതേ, എന്നെ വഴിതെറ്റിച്ച് കളയരുതേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. മുൻഗാമികൾ ഭയപ്പെട്ടിരുന്ന, അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്തിഖാമത്ത് എന്നത് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് മരിക്കുക എന്നതല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ എന്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇസ്തിഖാമത്തു കിനായത്തുൻ അനി തമസ്സുകി ബിൽ അംരില്ലാഹി തആല ഫിഅലൻ വ തർക്കൻ. പണ്ഡിതന്മാർ പറയണ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ച് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തുന്ന, ആ രൂപത്തിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ രൂപത്തിൽ നിലകൊള്ളുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്നവർ എന്നാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നു, ഇസ്തഖാമു, നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കണം. അഖ്ലിസു അൽ അമലു ലില്ലാഹ്, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം റബ്ബിന് വേണ്ടി മാത്രമാക്കണം. അതും ഒരു ഇഖ്ലാസ്, അതൊരു ഇസ്തിഖാമത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ സുഫിയാനു റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ അടുക്കൽ വന്ന്, യാ റസൂലല്ലാഹ്, അല്ലയോ അള്ളാഹുവിന്റെ ദൂതരെ എന്ന് വിളിച്ചുകൊണ്ട്, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദ. റസൂലേ, എനിക്കൊരു കാര്യം പറഞ്ഞു തരണം, എനിക്കൊരു ഉപദേശം പറഞ്ഞു തരണം. ഇതിനുശേഷം എനിക്ക് അതിൻ്റെ വിഷയത്തിൽ മറ്റൊരു ഉപദേശം തേടേണ്ടതില്ലാത്ത രൂപത്തിലുള്ള അത്രയും വമ്പിച്ചതായ ഒരു ഉപദേശം റസൂലേ താങ്കൾ എനിക്ക് നൽകണം. പ്രവാചകൻ എന്താ കൊടുത്തെന്നറിയോ? എന്താ ഉപദേശം കൊടുത്തെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് ഫസ്തഖിം.
നീ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനം മാത്രം പോരാ, തൊണ്ട കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് കുറെ പ്രാവശ്യം പറഞ്ഞു എന്നതുകൊണ്ടായിട്ടില്ല. മറിച്ച് ഫസ്തഖിം, നീ അതിൽ അടിയുറച്ച് നിൽക്കണം. പിന്നെ അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനോട് തേടേണ്ടത് മറ്റു സൃഷ്ടികളോട് തേടാൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമുള്ളത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. അതാണല്ലോ നമ്മൾ 5 നേരം നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പ്രഖ്യാപിക്കുന്നില്ലേ? അതിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇസ്തിഖാമത്തുള്ളവർക്കുള്ള ഗുണങ്ങൾ, ഇസ്തിഖാമത്ത് ഏതൊക്കെ രൂപത്തിൽ ഉണ്ടാകണം എന്നും ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സൂറത്തു ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്തിൽ വിശദീകരണം കാണാൻ സാധിക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സുമ്മസ്തഖാമു എന്ന ഭാഗം മാത്രം എടുത്തു വെച്ചിട്ട് വിശദീകരിച്ചു. 5 കാര്യങ്ങൾ അതിലുണ്ട്. ഫിഹി ഖംസത്തു ഔജുഹ്, അതിൽ 5 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ്. ആ 5 കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തത് അഹദുഹ സുമ്മസ്തഖാമു അലാ അന്നല്ലാഹ റബ്ബഹും വഹ്ദഹു. ഒന്നാമത് തൗഹീദാണ് പഠിപ്പിച്ചത്. അല്ലാഹു മാത്രമാണ് നമ്മളെ സൃഷ്ടാവ്, അവനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്, അവനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവന് മാത്രമാണ് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കേണ്ടത്, അവൻ്റെ കൽപ്പനകൾ മാത്രമാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അവനിൽ നിന്നാണ് നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി തൗഹീദിൻ്റെ എല്ലാ വശങ്ങളെയും റബ്ബിനു മാത്രം സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ് ബേസിക് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? സുമ്മസ്തഖാമു അലാ ത്വാഅതിഹി വ അദാഇ ഫറായിദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത്, അതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ നിർവഹിച്ചും അനുസരിച്ചുകൊണ്ടും ജീവിതത്തിൻ്റെ അന്ത്യം വരെ നിലകൊള്ളുക. യാതൊരു നിലക്കും നമുക്കിഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ കൽപ്പന ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ഒരു കാര്യം പഠിപ്പിച്ചോ, പ്രവാചകൻ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തന്നോ, ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടോ, അത് അനുസരിക്കുക എന്നത് മാത്രമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനിനും ഒരു മുഅ്മിനത്തിനും വാജിബായിട്ടുള്ള കാര്യം. അതാണ്. അതല്ലാതെ ഇതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് ഇത് പറ്റൂല, ഇതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും ഇസ്ലാമിലില്ല. ഇതാണ് അന്ത്യനാൾ വരെയും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം പോലും ജീവിതത്തിൽ നിന്ന് അള്ള പറഞ്ഞത്, റസൂല് പറഞ്ഞത് മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യവും ഇസ്ലാമിനില്ല. അതല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെന്തെന്നറിയോ? അല ഇഖ്ലാസുദ്ദീൻ വൽ അമലി ഇലൽ മൗത്ത്, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും ഇഖ്ലാസോട് കൂടിയായിരിക്കണം. ആരും കാണാനല്ല, ആരും കേൾക്കാനല്ല, ആരും അറിയാനല്ല, ആരെങ്കിലും നല്ലത് പറയാനല്ല, മറിച്ച് അല്ലാഹുവേ നിന്റെ പ്രീതി മാത്രം, നിന്നിൽ നിന്നുള്ള പ്രതീക്ഷ മാത്രം, നിന്നിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 1 രൂപയാണ് ഒരാൾക്ക് സ്വതക്ക കൊടുത്തതെങ്കിൽ അതുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാണ്. അവനാണ് നല്ല സ്വതക്ക ചെയ്യുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ അത്രയും ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം. ഏതുവരെ? അതാണ് ബാക്കി പറഞ്ഞത്, ഇലൽ മൗത്ത്, മരണം വരെ. മരണം നമ്മെ പിടികൂടുന്നത് വരെ അത്തരം കർമ്മങ്ങളിൽ ഇഖ്ലാസോടുകൂടിയും നിലകൊള്ളണം. അതാണ് മറ്റൊരു മൂന്നാമത്തെ ഭാഗം. എന്താണ്? ഇസ്തിഖാമത്തിന്റെ മൂന്നാമത്തെ ഭാഗം എന്നുള്ളത്. നാലാമത്തത് സുമ്മസ്തഖാമു ഫി അഫ്ആലിഹിം കമസ്തഖാമു ഫി അഖ്വാലിഹിം, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിലകൊള്ളുന്നതോടൊപ്പം നിങ്ങളുടെ കൗലുകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ ഈ വാക്കുകൾ, ദിക്റുകൾ പോലെയുള്ള എല്ലാം അതിൽ ഇസ്തിഖാമത്തുണ്ടാകണം. ഒരു പ്രത്യേകം ഒരു ഈമാൻ വരുമ്പോൾ, ഒരു റമളാൻ വരുമ്പോൾ മാത്രം ഒരു ഈമാൻ, പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്ന വാക്കുകളാകട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാകട്ടെ, എല്ലാത്തിനും ഒരു ഇസ്തിഖാമത്ത്, ഒരു സ്ഥിരതയുണ്ടാകണം എന്നതുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ പറയുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവണം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് എത്ര കണ്ട് സ്ഥിരതയുണ്ടോ അതുപോലെ നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാക്കി തീർക്കണം. ചില ആളുകളുണ്ടാകും നിസ്കരിക്കണം, നോമ്പുക്കണം എന്നൊക്കെ ഭയങ്കര ഉപദേശമായിരിക്കും, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ആ വിഷയത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. നല്ലതുപോലെ ജീവിക്കണം, നല്ല ആളാകണം എന്നൊക്കെ മറ്റുള്ളവർ ഉപദേശിക്കും, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ ഉപദേശങ്ങൾ, സംസാരത്തിൻ്റെ ഉപദേശങ്ങൾ ജീവിതത്തിൻ്റെ പ്രവൃത്തി മേഖലയിൽ അവനുണ്ടാവില്ല.
അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണോ അത് ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാനും ശ്രമിക്കണം, അതിനുവേണ്ടി നിലകൊള്ളുകയും വേണം എന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും ഇസ്തിഖാമത്ത് ഉണ്ടാകണം എന്നതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തത് സുമ്മസ്തഖാമു സിർറൻ കമസ്തഖാമു ജഹ്റൻ. നിങ്ങൾ മാന്യതയോടുകൂടി പുറമേ നടിക്കുന്നില്ലേ? നമ്മൾ മാന്യതയോടുകൂടി നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനാകാൻ വേണ്ടി ആളുകൾക്ക് മുമ്പിൽ നമ്മളൊക്കെ നടിക്കുന്നുണ്ട്. ആ നടിക്കൽ നമ്മുടെ രഹസ്യത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ രഹസ്യം അറിയാൻ ഇല്ലെങ്കിലും നമ്മുടെ രഹസ്യം അറിയുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കുണ്ട് എന്ന വിചാരത്തോടുകൂടി, എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾ നിലകൊള്ളണം. അങ്ങനെ ഇസ്തിഖാമത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ രഹസ്യത്തിലും റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ പുറമെ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതിലപ്പുറം അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇസ്തിഖാമത്ത് ഉണ്ടാകേണ്ടത് നമ്മുടെ രഹസ്യത്തിൽ നാം റബ്ബിനെ ഭയപ്പെടുന്നു എന്ന തിരിച്ചറിവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതോടൊപ്പം ഒരു വിഷയത്തിൽ ഇസ്തിഖാമത്ത് എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മളൊരു മലയെപ്പോലെയാകണം. ഇസ്തിഖാമത്തുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മല പോലെയാണ് എന്ന്. എന്താ മലയുടെ പ്രത്യേകത? 4 അലാമത്തുകൾ പണ്ഡിതന്മാർ പറയാണ്. അയ്യകൂന മസലുഹു കമസലിൽ ജബൽ. ഒരു ഇസ്തിഖാമത്തുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ജബലിനെ പോലെ, ഒരു മലയെപ്പോലെ എന്നാണ്, ഒരു പർവ്വതത്തെ പോലെ എന്നാണ്. എന്താണ് പർവ്വതത്തിന്റെ പ്രത്യേകത? ലി അന്നൽ ജബല ലഹു അർബഅതു അലാമാത്ത്. അതിന് 4 അലാമാത്തുകളുണ്ട്, 4 അടയാളങ്ങളുണ്ട്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, ഒന്ന്, ചൂടത്ത് ഒരിക്കലും എത്ര കൊടിയ ചൂടാണെങ്കിലും ആ മല ഉരുകി പോവുകയില്ല. രണ്ടാമത്തെന്നറിയോ? എത്ര തണുപ്പുണ്ടെങ്കിലും, എത്ര കൊടിയ തണുപ്പാണെങ്കിലും ആ മല വിറയ്ക്കുകയില്ല. മൂന്നാമത്തത്, കാറ്റ് ശക്തമായി അടിച്ചു വീശിയാലും മല എന്ത് ചെയ്യൂല? മല പാറിപ്പറക്കൂല. നാലാമത്തത്, വെള്ളപ്പൊക്കത്തിൽ അത് താന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും മലക്കുണ്ടാവുകയില്ല. അങ്ങനെ എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിൽ നേരിടേണ്ടി വന്നാലും ശരി, ആ മല ചലിക്കാത്തതുപോലെ. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ആ മലയെക്കുറിച്ച് പറഞ്ഞതെന്താ? ദൃഷ്ടാന്തങ്ങളിലേക്ക് നമുക്ക് വിശ്വാസം ഒന്നുകൂടി ഉറക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചത് വഇലൽ ജിബാലി കൈഫ നുസിബത്. എങ്ങനെയാണ് ആ മലയെ നാട്ടി നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ എന്നാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ ആ മലയെ ആണിയാക്കി, അതിനെ സ്ഥിരതയാക്കി കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് അലം നജഅലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിനെ പർവ്വതത്തെ ആണികളാക്കി നാട്ടി നിർത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പർവ്വതങ്ങൾക്ക്, മലകൾക്ക് ഭൂമി നിലനിൽക്കാൻ, ഭൂമി ഇസ്തിഖാമത്തോട് നിൽക്കാൻ എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അതുപോലെ പ്രാധാന്യമാണ് നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുവാൻ. നമുക്ക് ചില അനിവാര്യമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അമ്മാ ബഅദ്. ഇബാദല്ലാഹ്, ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീം. ഇതാകുന്നു ചൊവ്വായ മാർഗം, അതിൽ നിങ്ങൾ നിലകൊള്ളുകയും വേണം. ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. നിങ്ങൾ അതിനെ മുറുകെ പിടിച്ച് അതിനെ പിൻപറ്റുകയും വേണം, മറ്റു മാർഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്യരുത്. ഇന്ന് നമ്മുടെ നാടുകളിലെ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം തുറന്ന് അതിലുള്ള എല്ലാ ചപ്പുചവറുകളും വായിച്ച് അതിലുള്ള വീഡിയോകൾ കണ്ട് വിശ്വാസികളല്ലാത്ത ആളുകളുടെ വാക്കുകൾ കേട്ട് നമ്മുടെ വിശ്വാസത്തെ ചോർന്നൊലിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ന് രാവിലെ പോലും ഒരു വീഡിയോ വന്നത്,
ഒരു മുസ്ലിമായിരുന്ന വ്യക്തി, ഒരു സ്ത്രീ മുർത്തദ്ദായിക്കൊണ്ട് പോയിട്ട് അവളുടെ വിജ്ഞാനത്തിൻ്റെ പരിമിതി കാരണം അവൾ പറഞ്ഞത്, എങ്ങനെയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ മീന് കഴിക്കുക? എങ്ങനെ മീന് കഴിക്കും? കാരണം ചത്തത് കഴിക്കാൻ പാടില്ലല്ലോ, പിന്നെ എങ്ങനെ മീന് കഴിക്കും എന്നാണ് അവളുടെ വലിയ ബുദ്ധിയിൽ ഉദിച്ച ചോദ്യം. എന്നാൽ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന മീന് ഹലാലാണ് എന്നും അങ്ങനെയുള്ള 2 മയ്യത്തുകൾ ഹലാലാണ് എന്ന് പറഞ്ഞ ഹദീസ് കാണാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയാണ് പല എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഇസ്ലാം തകരുകയില്ല എന്നും അവരാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നതും അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മുസ്ലിമീങ്ങളായ ആളുകളെ പോലും പിടിച്ചു കുലുക്കി അവരുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുപോയി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളായിരുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരെ, ഇസ്തിഖാമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കി അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം എന്നാണ്. 5 കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്നാമത്തത് ഇസ്ലാഹുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങളെ നന്നാക്കി തീർക്കണം. ഇസ്ലാഹുൽ ഖുലൂബ്, നമ്മുടെ ഹൃദയത്തെ നന്നാക്കണം. പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിലെ രാജാവിന് എത്ര കണ്ട് പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം രാജാവിൻ്റെ സ്ഥാനമുള്ളത് നമ്മുടെ ഹൃദയത്തിനാണ്. കാരണം ആ ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്, ആ ഹൃദയത്തിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്, ആ ഹൃദയത്തിൽ നിന്നാണ് തവക്കുൽ ഉണ്ടാകുന്നത്, ആ ഹൃദയത്തിൽ നിന്നാണ് ഹുബ്ബുണ്ടാകുന്നത്, സ്നേഹമുണ്ടാകുന്നത്, ആ ഹൃദയത്തിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിത്തീരുന്നത്. ആ ഹൃദയത്തിൻ്റെ ചിന്തയും ആ ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളുമാണ് നമ്മുടെ ശരീരമെന്ന അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഹൃദയം എന്ന രാജാവ് എപ്പോൾ നന്നാകുന്നുവോ, എപ്പോൾ കമാൻഡ് അടിക്കുന്നുവോ അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ഹൃദയത്തെ നന്നാക്കി തീർക്കണം. അവിടെയാണ് ഇസ്തിഖാമത്തിൻ്റെ പ്രാധാന്യമുള്ളത്, അവിടെയാണ് ഇസ്തിഖാമത്ത് നിലകൊള്ളുന്നത് എന്ന് ഒന്നാമതായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ നന്നാക്കി തീർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, ആ അവയവമെങ്ങാനും നന്നായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങളെല്ലാം നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ഇനി ആ അവയവമെങ്ങാനും മോശമായി കഴിഞ്ഞാലോ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും മോശമായി കഴിഞ്ഞു എന്നാണ്. എന്നിട്ട് സഹാബത്തിനെ ഉണർത്തുന്നു, അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഹൃദയമാകുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ മറ്റു അവയവങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ നോട്ടം, നമ്മുടെ ചെവി, നമ്മുടെ കേൾവി, നമ്മുടെ നാവ്, നമ്മുടെ സംസാരം, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ എല്ലാ ഇടപാടുകളും അതൊക്കെ നന്നാകണമെങ്കിൽ എന്തു നന്നാകണം എന്നാണ് പറഞ്ഞത്? നമ്മുടെ ഹൃദയം നന്നാകണം എന്നാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം നന്നാകണമെങ്കിലോ നമ്മുടെ ഹൃദയം നന്നാകണം. അതാണ് പണ്ഡിതന്മാർ ഇസ്തിഖാമത്തിന് ഒന്നാമതായി പറഞ്ഞു ഇസ്ലാഹുൽ ഖുലൂബ്, ഹൃദയങ്ങളെ നന്നാക്കി തീർക്കണം. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്ലുൽ ഇസ്തിഖാമ, ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഇസ്തിഖാമത്തുൽ ഖുലൂബ് അല തൗഹീദ്, നമ്മുടെ ഹൃദയം തൗഹീദിൽ ഉറച്ചു നിൽക്കുക എന്നത്. അതാണ് ബേസിക്, എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഈമാനും ഇസ്ലാമും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഊട്ടി ഉറക്കും. അതിന് ഇസ്തിഖാമത്ത് ഉണ്ടാകും, സ്ഥിരതയുണ്ടാകും എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. രണ്ടാമത്തത് ഇംസാക്കുൽ ലിസാൻ, നമ്മുടെ നാവിനെ പിടിച്ചു വെക്കണം. എങ്ങനെ പിടിച്ചു വെക്കണം? നല്ലത് പറയുകയും തിന്മയിൽ നിന്ന്, മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. അൻ ഖൗദി ഫിൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നും ഒഴുകുന്നതിൽ നിന്നും നമ്മുടെ നാവിനെ പിടിച്ചു വെക്കണം. അധികമായ സംസാരമാണ് പലപ്പോഴും നമ്മെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധികമായ സംസാരമാണ് നമുക്ക് ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാവിനെ പിടിച്ചു വെക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു ഒരു ഉപദേശം ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കൊടുത്ത ഉപദേശം കുൽ റബ്ബി അല്ലാഹ് സുമ്മസ്തഖിം, നീ അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതിന് ശേഷം ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ സ്വഹാബി ചോദിക്കാണ്, റസൂലെ ഇതിലും അധികരിച്ച് എന്തെങ്കിലും ഒരു ഉപദേശം കൂടി നൽകണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതായി ഉപദേശം പറഞ്ഞത് ഫഅഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലിസാനിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രവാചകൻ പറയണം അംസിക് അലൈക്, നീ ഇതിനെ പിടിച്ചു വെക്കണം.
നീ ഈ നാവിനെ പിടിച്ചു വെക്കണം. ഒന്നാമത്തെ ഉപദേശം എന്താ? ഇസ്തിഖാമത്ത് ഉണ്ടാകണം എന്നാണ്. രണ്ടാമത്തെ ഉപദേശം നാവിനെ പിടിച്ചു വെക്കണം എന്നാണ്. അപ്പോൾ നാവിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് സംസാരിക്കാൻ, നന്മയിൽ മുഴുകാനും നമ്മൾ ശ്രമിക്കണം. നാവിനെ തിന്മയിൽ നിന്നും, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും, ബാത്തിലായ കാര്യങ്ങളിൽ നിന്നും തടഞ്ഞു വെക്കണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 വിജയിക്കുന്ന ഉപദേശങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും അവിടെയും പറഞ്ഞത് അംസിക അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം എന്നാണ് അതിൽ ഒന്നാമതായി പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണമെങ്കിൽ 1 ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തണം, 2 നാവിൽ, അതായത് സംസാരത്തെ ബാത്തിലായ സംസാരങ്ങളിൽ നിന്ന് വിട്ട് നല്ലത് സംസാരിക്കാനും ദീനിയായ ചർച്ചകളിലും ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തത് മുസാഹബത്തു സ്വാലിഹീന വ മജാലിസുഹും, നല്ല ആളുകളുമായി കൊണ്ട് ഇരിക്കാനും അവരുമായി പങ്കുകൊള്ളാനും അവരുടെ കൂടെ സഹവസിക്കുവാനും നമുക്ക് സാധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരൻ്റെയും മോശപ്പെട്ട കൂട്ടുകാരൻ്റെയും ഉപമ പറഞ്ഞപ്പോൾ അത്തറ് കച്ചവടക്കാരനെ പോലെയും ഉലയിലൂതുന്നവനെ പോലെയും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ കാണാം, അത്തറ് കച്ചവടക്കാരൻ്റെ ഉപമ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവൻ അത്തറ് കിട്ടും, അല്ലെങ്കിൽ അത്തറ് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ നല്ല മണം അവനിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നല്ല സ്വഭാവം കിട്ടും, നല്ല സംസ്കാരം കിട്ടും, നല്ലത് പഠിക്കാൻ പറ്റും, നല്ലത് ഉൾക്കൊള്ളാൻ കഴിയും നല്ല കൂട്ടുകാരനാണെങ്കിൽ. നീ മോശപ്പെട്ട കൂട്ടുകാരനാണെങ്കിലോ ഉലയിലൂതുന്നവനെ പോലെ. എന്താ ഉലയിലൂതുന്നവെന്ന് എന്ന് പറഞ്ഞാൽ? ഉലയിലൂതുക എന്ന് പറഞ്ഞാൽ അവിടെ തീപ്പൊരികൾ പറക്കും. വെള്ള വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രത്തിലേക്ക് കരി പുരളും, അല്ലെങ്കിൽ ആ തീ തെറിച്ചു വന്ന് ആ വസ്ത്രത്തെ കരിച്ചു കളയും. അല്ലെങ്കിൽ മോശപ്പെട്ട ഗന്ധം, അതായത് തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗന്ധമുണ്ടല്ലോ, ആ ഗന്ധം, മോശപ്പെട്ട ഗന്ധം നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആ മോശപ്പെട്ട വ്യക്തിയാണോ നമ്മുടെ കൂട്ടുകാരൻ, അവൻ്റെ മോശ സ്വഭാവം ഉണ്ടാകും, സംസ്കാരം ഉണ്ടാകും, വർത്തമാനങ്ങൾ നമ്മുടെ നാവിൽ ഉണ്ടാകും എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹബന്ധങ്ങളും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ നല്ലതിലുള്ള കൂട്ടുകാരായിരിക്കണം, എങ്കിൽ അവൻ്റെ സംസ്കാരം നമുക്കുണ്ടാകും. ഇല്ലെങ്കിലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അപ്പോൾ നാസ്തികന്റെ കൂടെയാണ് ഒരാൾ കൂട്ടുകൂടുന്നതെങ്കിൽ, അവനുമായിട്ടാണ് ബന്ധം കൂടുന്നതെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ദീനിനെ നഷ്ടപ്പെടുത്തി അവൻ്റെ ദീനിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകാൻ അവന് സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളുടെ കൂടെ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ കൂടെ ഏറ്റവും നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടാൻ നമുക്ക് സാധിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. നാലാമത്തത്, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ലുസൂമുൽ ഇത്തിബാ വ തർക്കിൽ ഇബ്തിദാ. പണ്ഡിതന്മാർ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, വിശുദ്ധ ഖുർആനിനെയും തിരുചര്യയും അനുസരിച്ചുകൊണ്ട് ജീവിതം ഉണ്ടാകണം. അതോടൊപ്പം പുത്തൻ ആശയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. പലപ്പോഴും പുത്തൻ ആശയങ്ങൾ നാസ്തികതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പുത്തൻ ആശയങ്ങളെ വെടിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തിൽ നിലകൊള്ളുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. ഭിന്നാഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. പുത്തൻ ആശയങ്ങൾ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, നിങ്ങൾക്കിടയിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങി 5-ാമത്തെ കാര്യം ഇൽമു പഠിക്കുക എന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ, രണ്ടാമത്തെ ഖുത്ബയിൽ തുടക്കത്തിൽ പറഞ്ഞ ആ സ്ത്രീയുടെ കാര്യം, അവർ ഈ ഹദീസ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചു. അത് മതപരമായ അറിവില്ലായ്മയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മതപരമായ അറിവ് അറിയുക എന്നതും പഠിക്കുക എന്നതും ഇസ്തിഖാമത്തിന്, ദീനിൽ നിലകൊള്ളുവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ദീന് പഠിക്കണം സഹോദരന്മാരെ. നമ്മൾ എത്ര പ്രായം ഉണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 50-60 ഒക്കെ വയസ്സായി, ഇനി ഞാൻ എവിടെ പോയി പഠിക്കാനാണ്, ഞാൻ ഇനി എന്ത് പഠിക്കാനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പഠനത്തിനോ ദീനി പഠനത്തിനോ ലജ്ജയോ പ്രായമോ വ്യത്യാസമൊന്നുമില്ല. ഏത് സമയത്തും പഠിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാർ അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ തന്നെ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ അവരുടെ മരണത്തിൻ്റെ തൊട്ടു മുമ്പുള്ള അവസ്ഥയിൽ പോലും പേനയും പേപ്പറും എടുത്ത് ഓരോ മസ്അലകൾ പഠിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രായം ഒരു വ്യത്യാസമില്ല, പ്രായം ഒരു പ്രശ്നമല്ല. ദീന് പഠിക്കുക എന്നതാണ് പ്രാധാന്യം. ആ ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് സഹോദരന്മാരെ, ദീന് പഠിക്കുക എന്നതാണ് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ രൂപത്തിൽ
ഈ 5 കാര്യങ്ങളല്ല, ഇതിലും അപ്പുറം കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് മരണം വരെ ഈ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കാനും ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും സംശയങ്ങളും ശുബഹാത്തുകളും ഇട്ടുതരുന്ന സമയത്ത് കൃത്യമായി ദീനിന്റെ വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ നശിപ്പിക്കാനും ഇസ്ലാമിനെ എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ മറുപടികൾ നൽകി അവർക്ക് ഇസ്ലാമിനെ സംരക്ഷിച്ച് ഇസ്ലാമിനെ വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു ആ രൂപത്തിൽ നമുക്ക് ഏറ്റവും നല്ല സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി ഖബർ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.